ഹലോ, നമുക്കിന്നേ നമ്മുടെ പീനട്ടില്ലേ, അതായത് നമ്മുടെ സ്വന്തം കപ്പലണ്ടി, അത് വെച്ചിട്ട് അടിപൊളിയായിട്ടൊരു സ്നാക്സ് തയ്യാറാക്കിയാലോ. അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ ഞാൻ ഒരു മിക്സിയുടെ ജാറിലേക്ക് നമ്മുടെ തോല് കളഞ്ഞിട്ടുള്ള വറുത്ത കപ്പലണ്ടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് പഞ്ചസാര കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അത് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കണം. ഇനി നമുക്ക് വേറൊരു പാത്രം എടുക്കാം. അതിലേക്ക് ആവശ്യത്തിന് കുറച്ച് മൈദ, പിന്നെ നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ചിട്ടുള്ള കപ്പലണ്ടിയില്ലേ അത് ഇട്ട് കൊടുക്കാം. പിന്നെ അതിലേക്ക് കുറച്ച് ഉപ്പ്, പിന്നെ കുറച്ച് ബേക്കിംഗ് പൗഡർ, ഇതെല്ലാം ഇട്ട് കൊടുത്തിട്ട് ഒരു സ്പൂൺ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കാം കേട്ടോ. ഇനി മറ്റൊരു പാത്രം എടുത്തിട്ട് അതിലേക്ക് ഒരു കോഴിമുട്ട പൊട്ടിച്ച് വെച്ചിട്ടുണ്ട്. പൊട്ടിച്ച് വെച്ചതിന് ശേഷം നമുക്കൊരു സ്പൂൺ വെച്ചിട്ട് അതൊന്ന് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. അതിന് ശേഷം അതിലേക്ക് മെൽറ്റാക്കി വെച്ചിട്ടുള്ള ബട്ടറാണ് കേട്ടോ ഒഴിച്ച് കൊടുക്കുന്നത്. അതും കൂടി ഒഴിച്ചിട്ട് നമുക്കൊന്നും കൂടി സ്പൂൺ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. ബട്ടർ ഇല്ലെങ്കിൽ നമുക്ക് ഒരു ടേബിൾ സ്പൂൺ ഓയിൽ ചേർത്ത് കൊടുത്താലും മതി കേട്ടോ. ഇനി നമുക്ക് നമ്മുടെ ഈ മുട്ടയുടെയും ബട്ടറിൻ്റെ മിക്സ് നമ്മുടെ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള പൊടിയിലേക്ക് ഒഴിച്ച് കൊടുത്തതിന് ശേഷം സ്പൂൺ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. അതിന് ശേഷം നമുക്ക് കൈ വെച്ചിട്ടും ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. അതിനുശേഷം നമുക്ക് ഇത് കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. അധികം വെള്ളം കൂടാണ്ട് നോക്കണം. കുറേശ്ശെ വെള്ളം ഒഴിച്ച് കുഴച്ച് കൊടുത്താൽ വെള്ളം കൂടാണ്ട് നമുക്ക് മാവ് നല്ല രീതിയിൽ തന്നെ കുഴച്ചെടുക്കാം. അങ്ങനെ കുറച്ച് നേരം നമുക്ക് കൈ വെച്ചിട്ട് തന്നെ നന്നായി കുഴച്ചെടുത്താൽ നല്ല മയത്തിലുള്ള മാവ് നല്ല സോഫ്റ്റായിട്ട് കിട്ടും. കണ്ട മാവ് നല്ല സോഫ്റ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് 2 ഉരുളകളാക്കാം. ഇനി ഓരോ ഉരുളകൾ നമുക്ക് നന്നായിട്ട് ചപ്പാത്തിയൊക്കെ പരത്തില്ലേ അതുപോലെ തന്നെ നൈസായിട്ട് പരത്തിയെടുക്കണം. വട്ടത്തിലല്ല കേട്ടോ പരത്തേണ്ടത്, ഒരു ചതുരത്തിലാണ് പരത്തിയെടുക്കേണ്ടത്. അങ്ങനെ ഞാൻ ചതുരത്തിൽ പരത്തിയെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതൊന്നും കട്ട് ചെയ്തെടുക്കണം കേട്ടോ. ഇതുമാതിരി ചെരിച്ചിട്ടാ കട്ട് ചെയ്തിട്ടുള്ളത്. അതിനുശേഷം നമുക്ക് ഇതുപോലെ ഒന്ന് ചുരുട്ടിയെടുക്കണം കേട്ടോ. ചിലത് ചെറിയ വലിപ്പം തോന്നിയ കാരണം ഞാൻ ഒന്നുകൂടി ചെറുതാക്കി കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ എല്ലാതും ഇതുപോലെ കട്ട് ചെയ്തിട്ട് ചുരുട്ടിയെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് കുറേശ്ശെ ഫ്രൈ ചെയ്തെടുക്കാം. ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ തീ വളരെ കുറച്ച് വയ്ക്കണം കേട്ടോ. കുറച്ച് കട്ടിയിലുള്ളതായ കാരണം നന്നായിട്ട് ഉള്ളൊക്കെ നന്നായിട്ട് ഫ്രൈ ആയിട്ട് വരണമെങ്കിൽ തീ നന്നായിട്ടൊന്ന് കുറച്ച് വയ്ക്കണം. തീ കൂടിയിട്ടിരിക്കുകയാണെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോവും. ഉള്ളൊന്നും ശരിയായിട്ട് ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ടാവില്ല. 2 സൈഡും നല്ല ബ്രൗൺ നിറാവണ വരെ നമുക്ക് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ പീനട്ട് കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള അടിപൊളി സ്നാക്സ് തയ്യാറായിട്ടുണ്ട്. ഇനി നമുക്കത് കോരിയിട്ട് പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. ബാക്കിയെല്ലാം ഇതുപോലെ തന്നെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ടല്ലേ, അതുപോലെ തന്നെ നല്ല ടേസ്റ്റിയാണ്. പെട്ടെന്ന് തന്നെ നമുക്കിത് ഉണ്ടാക്കും ചെയ്യാം. ഇത് നമുക്ക് ലെയർ പോലെ ഇങ്ങനെ പൊളിച്ച് കഴിക്കാം കേട്ടോ.